ജാമി ഓവർട്ടൺ എറിഞ്ഞ ആ പന്ത് സ്റ്റേഡിയത്തിൻ്റെ റൂഫും കടന്ന് പുറത്തേക്ക് പായുമ്പോൾ ടിം ഡേവിഡ് മൈതാനത്ത് നിന്ന് അതിന് ടാറ്റ കാണിച്ചു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് വെളിയിൽ നിന്നിരുന്ന ഒരു ആരാധകനാണ് ഡേവിഡ് അടിച്ചു പറത്തിയ പന്ത് കിട്ടിയത്. അയാൾ അതുകൊണ്ട് ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. 106 മീറ്റർ സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ ആ മാന്ത്രിക സംഗീതം തെളിഞ്ഞു. വാങ്കഡയിലായിരുന്നപ്പോൾ ഇതൊന്നും കണ്ടിരുന്നില്ലല്ലോ സാർ എന്ന് മുംബൈ ആരാധകർ ഇപ്പോൾ പരിതപിക്കുന്നുണ്ടാകും. രജത് പട്ടീദാറും മാനേജ്മെന്റും ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി RCBയിലെ പ്രതിഭാധാരാളിത്തമാണ്. ജേക്കബ് ബേത്തലും വെങ്കടേഷ് അയ്യറും അടക്കം പ്രതിഭകൾ പലരും ബെഞ്ചിലിരിപ്പുണ്ട്. ആരെ മാറ്റിയാണ് ഇവരെയൊക്കെ 11ൽ പ്ലേസ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടാകില്ല. CSKക്കെതിരെ 10 ഓവർ പിന്നിടുമ്പോൾ RCB 250 കടക്കുമെന്ന് ഒരാളും കരുതി കാണില്ല. പവർ പ്ലേയിൽ 51 സ്കോർ. 10 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 3 അക്കം തെളിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ പട്ടീദാറും പടിക്കലും ചേർന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തു. 14 ഓവറിൽ ടീം സ്കോർ 150 കടന്നു. പടിക്കൽ വീണതും ഡേവിഡ് ക്രീസിലെത്തി. 3 ഓവറിനുള്ളിൽ സ്കോർ 200 കടന്നു. 20ാം ഓവർ അവസാനിക്കുമ്പോൾ 250 പൂർത്തിയായി. ഇങ്ങനെ ഒരു ആക്സലറേഷൻ CSK ബോളർമാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണില്ല. നൂർ അഹമ്മദിനെ പോലെ അപകടകാരിയായ ഒരു ബോളറെ ഹാട്രിക് സിക്സർ പായിച്ചാണ് ഡേവിഡ് തുടങ്ങിയത്. ജാമി ഓവർട്ടൻ്റെ 19ാം ഓവറിൽ പായിച്ചത് 4 സിക്സറും 1 ഫോറും. ആകെ നേരിട്ടത് 25 പന്താണ്. അതിൽ അടിച്ചെടുത്തത് 70 റൺസ്. ബാറ്റ് വീശിയത് 280 സ്ട്രൈക്ക് റേറ്റിൽ. പായിച്ചത് 8 സിക്സറും 3 ഫോറും. 18ാം ഓവറിൽ അൻഷുൽ കാംബോജിൻ്റെ ഒരു യോർക്കറിൽ ഡേവിഡിൻ്റെ ലെഗ് സ്റ്റമ്പ് തെറിക്കുന്നുണ്ട്. ഒടുന്നന സ്റ്റേഡിയത്തിൽ നോബോൾ സൈറൺ മുടങ്ങി. കിട്ടിയ ഫ്രീ ഹിറ്റിനെ നിലം തൊടാതെ അതിർത്തി കടത്തി. പിന്നെ ചിന്നസ്വാമി പൂരപ്പറമ്പായി. പ്രാക്ടീസ് സെഷനുകളിൽ തന്നെ പന്തിനെ അടിച്ച് വെളിയിലിടാനായി ഡേവിഡും ഷെഫേർഡും ചേർന്ന് മത്സരിക്കാറുണ്ടായിരുന്നു. മൈതാനത്ത് ഡേവിഡ് ഇത്ര പെട്ടെന്ന് അത് പ്രാക്ടിക്കലാക്കും എന്ന് കരുതിയില്ല. RCBയിൽ 2 സീസണുകളിലായി ബീസ് മോഡിലാണ് ഡേവിഡ്. ടീം IPL ഹിസ്റ്ററിയിൽ ആദ്യമായി കിരീടമണിഞ്ഞ സീസണിൽ ഫിനിഷർ റോളിൽ ഡേവിഡിൻ്റെ സംഭാവനകൾ വലുതായിരുന്നു. 9 ഇന്നിങ്സുകളിൽ നിന്നായി 185 സ്ട്രൈക്ക് റേറ്റിൽ 187 റൺസായിരുന്നു ഓസ്ട്രേലിയൻ താരത്തിൻ്റെ സമ്പാദ്യം. ഇക്കുറിയും അത് തുടരുന്നതിൻ്റെ സൂചനകൾ ആദ്യ മത്സരങ്ങളിൽ തന്നെ ഡേവിഡ് നൽകിക്കഴിഞ്ഞു. ദേവദത്ത് പടിക്കൽ ഇമ്പാക്ട് പ്ലെയർ റോളിലെത്തി 2 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു. ടീം 7 കോടി കൊടുത്ത് ഇക്കുറി തട്ടകത്തിലെത്തിച്ച വെങ്കടേഷ് അയ്യരെ എവിടെ പ്ലേസ് ചെയ്യും എന്നതാണ് മാനേജ്മെൻറ്റിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നുണ്ടാവുക. SRHനെതിരെ 26 പന്തിൽ 61 റൺസായിരുന്നു പടിക്കലിൻ്റെ സമ്പാദ്യമെങ്കിൽ ചെന്നൈക്കെതിരെ 29 പന്തിൽ 50 റൺസാണ് 25കാരൻ അടിച്ചെടുത്തത്. 2 ജയങ്ങളിലും നിർണായക സംഭാവനകൾ. നമ്പർ 4 റോളിൽ ക്യാപ്റ്റൻ രജത് പട്ടീദാർ കഴിഞ്ഞ 2 മത്സരങ്ങളിലും മിന്നും പ്രകടനങ്ങളാണ് പുറത്തെടുത്തത്. CSKക്കെതിരെ പട്ടീദാർ ക്രീസിലെത്തും മുമ്പ് വരെ RCBയുടെ സ്കോർ 64 പന്തിൽ 93 അതിനുശേഷം ടീം സ്കോർ ബോർഡിൽ ചേർത്തത് 56 പന്തിൽ 157 റൺസ്. മിഡിൽ ഓവറുകളിൽ പട്ടീദാറിൻ്റെ ഡൊമിനൻസ് തുടരുന്നു. 2024 മുതലുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മിഡിൽ ഓവറുകളിൽ 170 മുകളിലാണ് പട്ടീദാറിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. സ്പിന്നിനെതിരെ 180 മുകളിലും പേസിനെതിരെ 165 മുകളിലും സ്ട്രൈക്ക് റേറ്റിലാണ് പട്ടീദാർ ഇതുവരെ ബാറ്റ് വീശിയത്. CSKക്കെതിരെ 19 പന്തിൽ 48 റൺസായിരുന്നു ബംഗളൂരു നായകൻ്റെ സമ്പാദ്യം. 255 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ താരം പറത്തിയത് 6 സിക്സും 1 ഫോറും. 3ാം വിക്കറ്റിൽ പടിക്കലിനൊപ്പം 58 റൺസിൻ്റെ കൂട്ടുകെട്ട്. 4ാം വിക്കറ്റിൽ ഡേവിഡിനൊപ്പം 99 റൺസിൻ്റെ കൂട്ടുകെട്ട്. റൊമാരിയോ ഷെഫേർഡും ജിതേഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയുമൊന്നും കളത്തിലിറങ്ങിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. ഈ പ്രകടനങ്ങൾ തുടർന്നാൽ ഇന്ത്യൻ T20 ടീമിലേക്ക് വരെ ശക്തമായ അവകാശവാദം ഉന്നയിക്കാൻ പട്ടീദാറിനാകും. ജോഷ് ഹേസൽവുഡില്ലാത്ത കുറവ് നാളിതുവരെ RCB അറിഞ്ഞിട്ടില്ല. ജേക്കബ് ഡഫി അത് അറിയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. CSKക്കെതിരെ ഓപ്പണർമാരായ സഞ്ജുവിനെയും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെയും പുറത്താക്കി അയാൾ തൻ്റെ പവർ പ്ലേ മാജിക് തുടരുന്നു. ഹേസൽവുഡ് തിരിച്ചെത്തുമ്പോൾ ഡഫിയെ ഇനി എന്ത് ചെയ്യും? ആരാധകരുടെ ആശങ്ക ഇപ്പോൾ അതാണ്. ഭുവനേശ്വർ കുമാർ തൻ്റെ 36ാം വയസ്സിലും പന്ത് കൊണ്ട് അത്ഭുതങ്ങൾ തുടരുന്നു. IPLൽ 200 വിക്കറ്റുകൾ എന്ന വലിയ നാഴികക്കല്ലിൽ ഭൂമി തൊട്ടത് കഴിഞ്ഞ ദിവസമാണ്. ലോക ക്രിക്കറ്റിലെ വേഗപ്പന്തുകാർ പലരും IPLൽ പന്തെറിഞ്ഞിട്ടും ഒരൊറ്റ പേസർക്ക് പോലും അങ്ങനെയൊരു നേട്ടത്തിൽ തൊടാൻ ഇതുവരെ ആയിട്ടില്ല. സർഫറാസ് ഖാൻ തകർത്തടിച്ചുകൊണ്ടിരിക്കെ അയാളെ കടപുടക്കാനായി കൃണാൽ പാണ്ഡ്യയെ കൊണ്ടുവന്ന തീരുമാനമടക്കം രജത് പട്ടീദാറിൻ്റെ ക്യാപ്റ്റൻസിയും ആരാധകർ ഇപ്പോൾ ആഘോഷമാക്കുന്നുണ്ട്. CSKക്കെതിരെ ആദ്യ ബൗണ്ടറി കണ്ടെത്താൻ 20 പന്തോളമാണ് RCB എടുത്തത്. ബൗണ്ടറി ഇല്ലാതെ പൂർത്തിയായ പവർ പ്ലേയിലെ 3 ഓവറുകൾക്ക് ശേഷമാണ് അവർ 250 മുകളിൽ ഒരു മാമത്ത് ടോട്ടൽ പടുത്തുയർത്തിയത് എന്നാലോചിക്കണം. IPLൽ പല ടീമുകളും ബോളിംഗ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ RCB അനുഭവിക്കുന്ന പ്രതിസന്ധി പ്രതിഭാധാരാളിത്തമാണ്. ഈ ബെഞ്ചിലിരിക്കുന്ന വമ്പന്മാരെയൊക്കെ 11ൽ എവിടെ പ്ലേസ് ചെയ്യുമെന്ന പ്രതിസന്ധി അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്.